നമുക്ക് ഇന്ന് പാവയ്ക്കൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് തന്നെ വറുക്കാൻ പറ്റില്ല. ആദ്യം നമുക്ക് ഒന്ന് വാട്ടി വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തതിന് ശേഷം വറുത്തെടുക്കാം. ആദ്യം നമുക്ക് ഇത് വാട്ടുന്നതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിൻ്റെ കുരു ഇഷ്ടമില്ലാത്തവർക്ക് കുരു ഇങ്ങനെ ആദ്യം ഒന്ന് മാറ്റിയെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് പഴുത്ത പാവയ്ക്കയാണ്. ഇവിടെ ഇപ്പോൾ തോരൻ വയ്ക്കുന്നത് അധികം ഇഷ്ടമില്ല. മോനൊക്കെ ആണെങ്കിൽ ഇങ്ങനെ വറുത്ത് കൊടുക്കുകയാണെങ്കിൽ കഴിച്ചോളും. അതുകൊണ്ട് ഞാനിങ്ങനെ വറുക്കാമെന്ന് തീരുമാനിച്ചു. ഇത് നന്നായിട്ട് പഴുത്ത കുരുവാണ്, അപ്പോൾ ഇത് നമുക്ക് നടുകയും ചെയ്യാം. എൻ്റെ ഇവിടെ അടുക്കളയുടെ സൈഡിൽ ഞങ്ങളുടെ കുഞ്ഞ് ബാൽക്കണിയിൽ കുറച്ച് കൃഷിയൊക്കെ ഉണ്ട്. ആ കൂട്ടത്തിൽ നമുക്ക് നടുകയും ചെയ്യാം. അപ്പോൾ ഇത് നമുക്കൊന്ന് വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഇതാ ഇങ്ങനെ റൗണ്ടായിട്ടാണ് കട്ട് ചെയ്യേണ്ടത്. കുറച്ചൊരു കട്ടിയിൽ വേണം, കാരണം ഇത് വാട്ടി കഴിയുമ്പോഴേക്കും ഒന്ന് സോഫ്റ്റ് ആവുമല്ലോ. അപ്പോൾ ഇത് വിട്ടു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ കുറച്ചൊരു കട്ടിയിൽ നമുക്കതിങ്ങനെ കട്ട് ചെയ്യാം. ഇതാ ഈ ഒരു പരുവത്തിൽ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കുരു പഴുത്തതായതുകൊണ്ടാണ് ഞാൻ കുരു മാറ്റിയത്. നല്ല ഇളം പാവയ്ക്കാണെങ്കിൽ കുരുവും കൂടി ചേർത്ത് നമുക്ക് അരിഞ്ഞെടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 3 പച്ചമുളക് ഒന്ന് നെടുകെ കീറി ചേർക്കാം. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് എരിവ് ചേർക്കണുള്ളൂ. എൻ്റെ മോന് അധികം എരിവ് ഇഷ്ടമല്ല, അതുകൊണ്ട് എരിവ് ഞാൻ കുറച്ച് ചേർക്കുന്നുള്ളൂ. 3 എണ്ണം ഒന്ന് കീറി ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. അധികം ഉപ്പായി പോകണ്ട, വറുത്ത് കഴിയുമ്പോൾ ഭയങ്കര ഉപ്പായി പോവും. ഉണങ്ങി വരുമ്പോഴത്തേക്ക് ഉപ്പ് കൂടുതലായിരിക്കും. അപ്പോൾ കുറച്ചൊന്ന് ചേർത്താൽ മതി. ഒരു 1/4 ടീസ്പൂണോളം ചേർത്താൽ മതി. ഒരു പാവയ്ക്കല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഇതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിനകത്തേക്ക് മഞ്ഞൾപ്പൊടിയോ മുളക് പൊടിയോ അങ്ങനെ ഒന്നും ചേർക്കണ്ട. ഈ പച്ചമുളക് അരിഞ്ഞിട്ടതിൻ്റെ എരിവ് മാത്രം മതി. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് വെള്ളമൊന്നും ചേർക്കണ്ട. നമ്മളത് ആവിയിൽ വേവിക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റ് പാത്രത്തിൽ വെച്ച് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി. വല്ലാണ്ടങ്ങ് വെന്ത് പോയാൽ ഉടഞ്ഞു പോവും. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പുഴുങ്ങിയെടുക്കുകയോ അല്ലെങ്കിൽ ഒന്ന് വെറുതെ പാത്രത്തിലിട്ട് ഒന്ന് വേവിക്കുകയോ ചെയ്താൽ മതി. ഈ പാവയ്ക്കയിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. അപ്പോൾ നമുക്കിത് വേവിക്കാൻ നോക്കാം. പാവയ്ക്ക ഞാനൊരു ചെറിയ ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ പുഴുങ്ങിയല്ല ചെയ്യണേ, ചീനച്ചട്ടിയിലിട്ടൊന്ന് ജസ്റ്റ് വേവിച്ചെടുക്കുക ചെയ്യണേ. ഇപ്പോൾ ഞാൻ പാവയ്ക്ക അടുപ്പത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ലോ ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത്. ഇനി നമുക്ക് ഇതൊന്ന് മൂടി വയ്ക്കാം. അപ്പോൾ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല, വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല. ഇതിനകത്തുനിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. പിന്നെ അധിക സമയം വെയിറ്റ് ചെയ്യരുത്. പെട്ടെന്ന് തന്നെ അടിവശം വെള്ളം ഇല്ലാത്തതുകൊണ്ട് കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് ഒരു 2-3 മിനിറ്റ് ഒന്ന് ചെറുതായിട്ട് വാട്ടിയെടുക്കാം. ഇപ്പോൾ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. സ്പൂൺ കൊണ്ട് പതുക്കെ ഒന്ന് ഇളക്കാം. വല്ലാതെ അങ്ങ് ഇളക്കി ഉടഞ്ഞൊന്നും പോവില്ല. ജസ്റ്റ് ഒന്ന് ഇളക്കിയാൽ മതി. അധികമായിട്ട് വെന്തിട്ടില്ലല്ലോ, അതുകൊണ്ട് ഒത്തിരി ഒന്നും ഉടഞ്ഞു പോവില്ല. ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. കുറച്ചൊക്കെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇത്രയും വെള്ളം മതി ഇത് ഇരുന്ന് വേകാനായിട്ട്. നമ്മളിനി വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇത് കുഴഞ്ഞു പോവും. ഇനി ഒന്നുകൂടി മറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒന്നുകൂടി 2 മിനിറ്റ് കൂടി കഴിഞ്ഞ് തുറന്ന് നോക്കാം. ഇപ്പോൾ 2 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഒന്നുകൂടി ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഈ ഒരു പാകം മതി, ശരിക്കും അങ്ങോട്ട് വെന്ത് പോകണ്ട. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഞാനിവിടെ ഉണക്കാനായിട്ട് വയ്ക്കുന്നത് ഇതാ ഇങ്ങനെ ഒരു വലിയ അടപ്പിലാണ്. ഇവിടെ നമുക്ക് മുറമൊന്നുമില്ല, അതുകൊണ്ട് ഈ പാത്രത്തിൽ വയ്ക്കാം. അപ്പോൾ നമ്മൾ വാട്ടിയെടുത്തിട്ടുള്ള പാവയ്ക്ക് ഇതിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം.
ഇത് കണ്ടില്ലേ, അടിവശം ഒന്നും കരിഞ്ഞിട്ടില്ല, വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ട് തന്നെയാണ് വെന്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഞാനിത് ഈ പാത്രത്തിലെല്ലാം സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് വെയിലത്ത് വെച്ച് ഒന്ന് ഉണക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബാൽക്കണിയിൽ ഇങ്ങനെ ഒരു ചെറിയ തട്ടുണ്ട്. ആ തട്ടിൽ ഞാനിവിടെ ഉണങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. അധികം വെയിലൊന്നും ആയിട്ടില്ല. ഇപ്പോൾ ഇവിടെ രാവിലെയാണ്. കുറച്ച് സമയം കഴിയുമ്പോൾ നല്ല വെയിൽ വരും. അപ്പോഴേക്കും നമുക്ക് ഉണക്കിയെടുക്കാം. അപ്പോൾ പാവയ്ക്ക ഉണങ്ങിയതിന് ശേഷം നമുക്കെടുത്ത് വറുത്തെടുക്കാം. പിന്നെ ഇതിൽ മുളകൊക്കെ ഞാൻ അങ്ങനെ തന്നെ ഇട്ടിട്ടുണ്ട്. മുളകൊന്നും മാറ്റിയിട്ടില്ല. വറുക്കുന്ന കൂട്ടത്തിൽ മുളക് പൊടി വറുത്ത് കഴിക്കാൻ കുഴപ്പമില്ല. ഇത് ഞങ്ങളുടെ ബാൽക്കണിയിലുള്ള കുറച്ച് ചെടികളൊക്കെയാണ്. ഇത് വാങ്ങിക്കൊണ്ട് വന്നതേ ഉള്ളൂ. എല്ലാം ചെറിയ പോട്ടിലാണുള്ളത്. ഇനി അത് വലിയ പാത്രത്തിലേക്ക് മാറ്റി നടണം. പിന്നെ ഇവിടെ റോസൊക്കെ ഉണ്ട്. ഞാൻ കുറച്ച് ചീരയൊക്കെ നട്ടിട്ടുണ്ട്. അങ്ങനെ കുറച്ച് പ്ലാന്റ്സൊക്കെ ഉണ്ട്. ഇത് വഴുതനങ്ങയുണ്ട്. ഇവിടെ വഴുതന ഉണ്ടായില്ല, പൂവുണ്ടായിട്ടേ ഉള്ളൂ. പിന്നെ ഇതിൽ ഞാൻ കുറച്ച് ചീരയൊക്കെ നട്ടിട്ടുണ്ട്. അത് ചെറുതായിട്ട് മുളച്ചു വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയ റോസ് കൂടിയുണ്ട്. പിന്നെ ഇവിടെ ഹാങ് ചെയ്തിട്ടുണ്ട് കുറച്ച് പ്ലാന്റ്സൊക്കെ. ഇത് 10 മണിച്ചെടി, നന്നായിട്ട് പൂവൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ചെറുതായിട്ട് ഞാൻ നട്ടിട്ടേ ഉള്ളൂ, മുളച്ച് വരുന്നതേ ഉള്ളൂ. പിന്നെ ഇവിടെ ഒരു കറിവേപ്പുണ്ട്. നമ്മളിവിടുന്ന് വാങ്ങിയിട്ട് നട്ടതാണ്. കറിവേപ്പ് നട്ടിട്ടുണ്ട്. ആദ്യം കുറച്ച് ബ്രാഞ്ചസൊക്കെ ഉണങ്ങിപ്പോയി. പിന്നെ ഇപ്പോൾ തളർത്ത് വരുന്നുണ്ട്. പിന്നെ മുളകിൻ്റെ അരിയൊക്കെ പാകി കുറേ തൈകളൊക്കെ മുളച്ചിട്ടുണ്ട്. അതൊന്നും വലുതായില്ല, എല്ലാം തൈയായിട്ട് നിൽക്കുന്നതേ ഉള്ളൂ. പിന്നെ ഇത് കണ്ടില്ലേ, ഇത് നമ്മൾ വാങ്ങുന്ന സവാള. അതിനകത്ത് ചെറുതായിട്ട് മുളയുണ്ടായി തുടങ്ങുകയാണെങ്കിൽ ഇങ്ങനെ വെള്ളത്തിലെടുത്ത് വെച്ചാൽ വേര് താഴത്തോട്ട് വളരും. ഇപ്പോൾ കുറച്ചൊക്കെ, അപ്പോൾ നമുക്ക് സ്പ്രിംഗ് ഓണിയൻ വാങ്ങേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ അത്യാവശ്യം വരുമ്പോൾ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് മുറിച്ചെടുത്ത് ഫുഡിലൊക്കെ ഇടാം. ഇപ്പോൾ നോക്ക്, അതിനകത്ത് ആകെ ഒരു ചെറിയ മുളയുണ്ടായിരുന്നുള്ളൂ. ഞാനിപ്പോൾ വെച്ചിട്ട് ഒരാഴ്ചയായി. അപ്പോഴേക്കും ഇത്രേ വളർന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ ഞാനിവിടെ 2 സവാള ഇതുപോലെ വെള്ളത്തിൽ വെച്ചിട്ടുണ്ട്. കുറച്ച് വേര് ആയി കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ മണ്ണിലേക്ക് ഇറക്കി നടാം. ഡയറക്റ്റ് തന്നെ മണ്ണിൽ വെച്ചാൽ ചിലപ്പോൾ ചീഞ്ഞു പോകും. അങ്ങനെ ഒരെണ്ണം എൻ്റെ ചീഞ്ഞു പോയി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ വെള്ളത്തിൽ വെച്ചത്. കണ്ടില്ലേ, നിറച്ച് വേരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ കുറേ ബ്രാഞ്ചസ് ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വാങ്ങാതെ തന്നെ ഉപയോഗിക്കാമല്ലോ വീട്ടിലുണ്ടെങ്കിൽ. ഇതാ ഇങ്ങനെ 2 എണ്ണം വെച്ചിട്ട് അതിൻ്റെ കുഞ്ഞി ബ്രാഞ്ചസൊക്കെ, ഇലകളൊക്കെ ഉണ്ടായി വന്നിട്ടുണ്ട്. പാവയ്ക്ക നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണയിൽ വറുത്ത് ഉപയോഗിക്കാം. പിന്നെ എൻ്റെ ചെറിയ കിച്ചൺ ഗാർഡൻ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.